ഭക്തജനക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് മിക്ക ആൾക്കാരുടെ മക്കൾ അതായത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നില്ല, പുസ്തകം എടുക്കുന്ന സമയത്ത് തലവേദന, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന അവർ പറയും ഞങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഭയങ്കര തലവേദനയാണ്, സ്കൂളിൽ ചെല്ലുമ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? ആദ്യം നമ്മൾ മിക്കവരും പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പം എല്ലാവരും പേന പൂജിക്കും, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ പഠിക്കാതെ പേന പൂജിച്ചാൽ കാര്യം നടക്കുക ഇല്ല. അപ്പോൾ നമ്മൾ കർമ്മവും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠന കാര്യങ്ങൾ മുന്നോട്ട് പോയാലും നമുക്ക് എന്താ പറയുക, ഇടയ്ക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് തടസ്സങ്ങളുണ്ടെന്ന്. ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഏത് ക്ഷേത്രത്തിൽ പോയി എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരാനും പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ്പരമായിട്ടുണ്ടാകുന്ന തലവേദനകൾ, മടി ഉണ്ടാകുന്നു, അതിന് പിന്നെ ആട്ടെ നാളെ ആട്ടെ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥികൾ നേരിടുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീക്ഷേത്രം, ആ ദേവീക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പം, താമര കിട്ടുവാണെങ്കിൽ അത് ഉത്തമമായി, ഇല്ലെങ്കിൽ വെള്ള പുഷ്പം, മുല്ലപ്പൂ ആയാലും കുഴപ്പമില്ല, മുല്ലപ്പൂ കുറച്ചായിട്ട് മേടിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യണം. വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നവരൊക്കെ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഇല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ഇത് അവർ തന്നെ പോയി നടത്തി ആ ഒരു പ്രസാദം മേടിക്കുക. സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു തരാൻ പറയണം തിരുമേനിയോട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ചെന്നാൽ മതി. അപ്പോൾ ഈ സരസ്വതി മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ കിട്ടാനും, അതേപോലെ തന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് തലവേദന, ഇല്ലെങ്കിൽ നമുക്ക് മടിയുണ്ടാകുന്നു, പിന്നെ ആട്ടെ നാളെ ആട്ടെ, അങ്ങനെ നെഗറ്റീവ്പരമായ ചിന്തകളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികളോട് സരസ്വതി മന്ത്ര അർച്ചന ചെയ്യാൻ പറയുന്നത്. ഇത് ഏകദേശം ഒരു 21 ആഴ്ച ഇല്ലെങ്കിൽ 7 ആഴ്ച നമുക്ക് സാമ്പത്തികം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു 3 എണ്ണം ചെയ്ത് കഴിയുമ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പഠിക്കാനിരിക്കുന്ന സമയത്തുള്ള മടികൾ മാറും, തലവേദനകൾ മാറും. നമ്മൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അടുത്തുള്ളവർ അവൻ നല്ലപോലെ പഠിക്കുന്നു, മറ്റുള്ള ആൾക്കാരുടെ കണ്ടുദോഷം, ദൃഷ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്നില്ല. നമുക്ക് പഠിക്കാനുള്ള ഉത്സാഹങ്ങളുണ്ടാകും. അതേപോലെ തന്നെ അതാണ് ഈ അർച്ചനയുടെ പ്രത്യേകത. സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു തരാൻ പറയണം. അപ്പോൾ ഈ മന്ത്രം നമ്മൾ അർച്ചന ചെയ്ത് പ്രസാദം മേടിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് സരസ്വതി മന്ത്ര അർച്ചന ചെയ്യാൻ പറയുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഓർമ്മ കിട്ടും, നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ്, എന്താ പറയുക, ഒരു ഉത്സാഹം നമുക്ക് കൂടി വരും. നമ്മൾ നെഗറ്റീവിൽ നിന്ന് മാറി പോസിറ്റീവപരമായ എനർജിയിലേക്ക് പോകാൻ വേണ്ടിയാണ് സരസ്വതി മന്ത്ര അർച്ചന നടത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ അറിയാനുള്ളെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ നോക്കി പറയുന്നതാണ്.